ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മാറാടി പഞ്ചായത്ത് ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മൂവാറ്റുപുഴ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മാറാടി പഞ്ചായത്ത് 5-ാം വാർഡിലെ സിയോൺ നഗറിൽ പുതിയതായി കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിതെന്നും 30 വർഷമായി നൂറുകണക്കിന് വിശ്വാസികൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രാർത്ഥനാലയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഷാപ്പ് സ്ഥാപിക്കാനുള്ള നീക്കം ഏത് വിധേനയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് സാബു ജോൺ പറഞ്ഞു. ജനങ്ങളെ വഞ്ചിച്ച് ഷാപ്പ് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ വസ്തുതകൾ മറച്ചുവെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ നൽകിയ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണെന്നും ശരിയായ അന്വേഷണം നടത്തി ഈ ഷാപ്പിന്റെ ലൈസൻസ് റദ്ദ് ചെയ്ത് അനധികൃത ലൈസൻസ് നൽകിയ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നും സാബു ജോൺ ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഷാപ്പ് കോൺട്രാക്ടറിന്റെ മറ്റ് ഷാപ്പുകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും സാബു ജോൺ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇവിടെ വ്യാജരേഖ ചമച്ചാണ് ഈ ഷാപ്പുകൾ കൊടുത്തിരിക്കുന്നത്, ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലകളിൽ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലൂടെ ന്യൂസ് ചാനലുകൾ വന്നിരിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മൂവാറ്റുപുഴ റേഞ്ചിൽ ഇതുപോലെ കള്ള് ഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് വ്യാജരേഖ ചമച്ചാണ്. ആ ആളുകളുടെ മരിച്ചുപോയ ആളുകൾ 2017 മരിച്ചുപോയ ആൾ 2025 സമ്മതപത്രം കൊടുത്തിരിക്കുകയാണ്. 2018 മരിച്ച ആൾ 2024 എന്റെ തെങ്ങ് ചെത്തുന്നതിന് സമ്മതമാണെന്ന് ആ പരേതൻ ആ സമ്മതപത്രം കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ വ്യാജരേഖയാണ്. ഈ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഈ ഷാപ്പിന് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടെ ഇതിന്റെ 20 മീറ്റർ അകലെ ഒരു 26 വർഷമായി ആരാധന നടത്തുന്ന IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ആരാധനാലയം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മറച്ചുവെച്ചാണ് അവരുടെ സ്കെച്ച് കൈമാറിയത്. ആ എക്സൈസിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എക്സൈസ് കമ്മീഷണറുടെ അടുത്ത് ചെന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇത് ലൈസൻസ് കൊടുത്തത് എന്ന് MLA ചോദിച്ചപ്പോൾ ആ എക്സൈസ് കമ്മീഷണർ പറഞ്ഞത്, ഇങ്ങനെ ഒരു ആരാധനാലയം ഉള്ളതായി ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഞങ്ങളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ റേഞ്ച് ഓഫീസർ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്ന് ആ റിപ്പോർട്ടിൽ എങ്ങും പറഞ്ഞിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നത് താഴെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ലൈസൻസുകളും മറ്റു കാര്യങ്ങളും ഇഷ്യൂ ചെയ്യുന്നത്. ഈ മൂവാറ്റുപുഴ റേഞ്ച് ഓഫീസർ കൃഷ്ണകുമാർ, ഞാൻ വളരെ വ്യക്തമായി ഉത്തരവാദിത്വബോധത്തോടെ പറയുന്നു, അദ്ദേഹം കൈക്കൂലി മേടിച്ച് അഴിമതി നടത്തി ഈ പറയുന്ന കോൺട്രാക്ടർക്ക് വിടുപണി ചെയ്ത് ആണ് ഈ ഷാപ്പിന് ലൈസൻസ് നൽകിയത്. നമുക്കറിയാം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ജോളി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്സ് ജോൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് ചങ്ങാലിമറ്റം, ജിഷ പുള്ളൂർക്കുടിയിൽ, ജിൽസൺ ജോസ്, ഡെൽമ പോൾ, ഷാൻ ബാവ, ഉമ്മർ മക്കാർ, CJ ഷാഹിർ, ഫവാസ്, അഭി സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.